ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കിടേഷ് സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് എത്തിയോ റോഷിപാൽ? സുജി, അല്പം മുമ്പാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കിടേഷ് സെക്രട്ടറിയിലേക്ക് എത്തിയത്. ഈ പരാതി H. വെങ്കിടേഷിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറുക. ഇനി H. വെങ്കിടേഷ് ക്രൈംബ്രാഞ്ചിന്റെ മേധാവി കൂടിയാണ്. സ്വാഭാവികമായി ക്രൈംബ്രാഞ്ച് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തലവന് കൈമാറും. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് സംഘത്തെ വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ വനിതാ ഉദ്യോഗസ്ഥന്മാരെ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ കൂടി ഈ അന്വേഷണത്തിന് ചുമതല ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അത്രയും ഗൗരവത്തോടെയാണ്, അത്രയും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഈ യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്കൊപ്പം കൈമാറിയിരിക്കുന്നത്. നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖകളോ ടെലിഗ്രാം വാട്സപ്പ് ചാറ്റുകളോ അല്ല, അതിക്രൂരമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ പെൺകുട്ടിയോട് പെരുമാറി എന്ന് തെളിയിക്കുന്ന തെളിവുകൾ കൂടി മുഖ്യമന്ത്രിയുടെ കൈവശം സർക്കാരിന് മുന്നിലേക്ക് പെൺകുട്ടി ബന്ധുക്കൾക്കൊപ്പം എത്തി കൈമാറിയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോഴും സെക്രട്ടറിയേറ്റിനകത്ത് തന്നെ പെൺകുട്ടി തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി അടക്കം അറിയേണ്ടതുണ്ട്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അശാസ്ത്രീയമായ രീതിയിലുള്ള ഗർഭഛിദ്രമായിരുന്നു, അതും ഭീഷണിപ്പെടുത്തിയുള്ള ഗർഭഛിദ്രത്തിന് വിധേയമായ പെൺകുട്ടിയാണ്. തുടർ ചികിത്സകൾക്ക് പോലും കൃത്യമായി ലഭിച്ചിരുന്നില്ല. അങ്ങനെ ചികിത്സ പോലും ഈ അടുത്താണ്. അങ്ങനെ മാനസികമായ വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ ഈ കാര്യങ്ങൾ മുഴുവൻ പരാതിയുടെ കെട്ടഴിച്ച് അതിന് തൊട്ടു പിന്നാലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ പെൺകുട്ടി കുഴഞ്ഞു വീണത് എന്നാണ് ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഈ കാര്യത്തിൽ ലഭ്യമാകണം. പരാതി വളരെ ഗൗരവത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ADGP H. വെങ്കിടേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പരാതിയും ഒപ്പം തന്നെ തെളിവുകൾ ഉൾപ്പെടെ ADGP H. വെങ്കിടേഷിന് കൈമാറും. തുടർ നടപടികൾ പോലീസ് ആലോചിച്ചെടുക്കും. നിയമപരിശോധന വേണ്ടിവരും, നിയമോപദേശം ഈ കാര്യത്തിൽ വേണ്ടിവരും. കാരണം MLA ആണ്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവ് കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിലേറെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയെന്നടക്കം നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതാണ്. അതീവ ഗൗരവമുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ പെൺകുട്ടി കൈമാറിയത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഈ പരാതിക്കൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവഹേളിക്കാൻ വേണ്ടി, വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമം നടക്കുന്നു എന്നുകൂടി പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിക്രമം നടത്തിയവരുടെ വിശദാംശങ്ങൾ അടക്കം കൈമാറിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്കൊപ്പം. ഏതായാലും ഈ വിഷയം ഗൗരവത്തിലെടുത്ത ADGP H. വെങ്കിടേഷിനെ മുഖ്യമന്ത്രി ഓഫീസ് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തി. ഇനി ഈ കാര്യത്തിലുള്ള പോലീസിന്റെ നീക്കം അതിനിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുന്നു. മാത്രവുമല്ല, പെൺകുട്ടിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് പോലീസ് സംഘം രേഖപ്പെടുത്തണം. അതിനൊപ്പം തന്നെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതായത് റോഷിപാൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിന് അപ്പുറത്തേക്ക് ഈ കേസിന്റെ ഒരു ഗ്രാവിറ്റി മാറുകയാണ്. അതായത് ഒരു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയല്ല, അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുകയാണ്. എന്റെ പരാതിയാണ്, ഇതാണ് എനിക്ക് സംഭവിച്ചത് എന്നവർ നേരിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുമുണ്ടാകും. മുഖ്യമന്ത്രി അത് കേട്ടിട്ടുമുണ്ടാകും. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു സമ്മർദ്ദം, അല്ലെങ്കിൽ ആ ഒരു മാനസികമായി അവർക്കിതെല്ലാം വീണ്ടും അനുഭവിച്ച കാര്യങ്ങൾ വീണ്ടും പറയേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ആ ഒരു മാനസിക സമ്മർദ്ദമായിരിക്കും അവർക്കിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക. അവരെ ആശുപത്രിയിലേക്കോ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? പ്രാഥമിക ചികിത്സ നൽകിയോ? എന്താണ് അതിജീവിതയുടെ ഇപ്പോഴത്തെ അവസ്ഥ? സുജി, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. കാരണം ഈ സെക്രട്ടറിനകത്ത് തന്നെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വലിയ മെഡിക്കൽ സംഘമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ പ്രാഥമിക ചികിത്സയടക്കം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഏതായാലും പുറത്തേക്ക് ആ പെൺകുട്ടി പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ADGP ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിവേഗത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയുള്ള പോലീസിന്റെ നീക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പെൺകുട്ടിയും ബന്ധുക്കളും പുറത്തേക്ക് പോയോ എന്ന് സ്ഥിരീകരിക്കണം. സുജയ, ഈ പരാതിയിലുള്ള വിശദാംശങ്ങൾ, കാരണം അത്രയും ക്രൂരമായ ഒരു പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് സംബന്ധിച്ച് വിശദമായ തെളിവുകൾ സഹിതമാണ് വിശദമായ ഒരു പരാതി ആ യുവതി ഒടുവിൽ നൽകിയത്. പരാതി നൽകാത്തതിന്റെ പേരിൽ തുടർച്ചയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പെൺകുട്ടി വേട്ടയാടലിന് വിധേയമായി. ഇന്ന് രാവിലെ വരെ പലരും, പല മുഖങ്ങളുള്ളവരും മുഖമില്ലാത്തവരും ഈ പെൺകുട്ടിക്കെതിരെ കൃത്യമായ ആക്രമണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തി. അത് മാത്രമല്ലല്ലോ റോഷിപാൽ, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. TV പ്രസാദിലേക്ക് കൂടി ഞാനൊന്ന് പോവുകയാണ്. TV പ്രസാദ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തനിക്ക് നേരിട്ട അനുഭവം ഇതാണ്.
ഇതാണ്. ലൈംഗികമായി തന്നെ ഉപയോഗിച്ചു, തന്നെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കി, ഗർഭിണിയാകണമെന്നാവശ്യപ്പെട്ട് ഗർഭിണിയാക്കിയതിനു ശേഷം ഗർഭഛിദ്രത്തിന് തന്നെ പ്രേരിപ്പിച്ചു, മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അസഭ്യവർഷമടക്കം നടത്തി. അങ്ങനെ രാഹുൽ എന്തൊക്കെയാണ് ആ പെൺകുട്ടിയോട് ചെയ്തത് എന്നത് ഇതിനകം തന്നെ പൊതുസമൂഹം അറിഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ പുറത്തു വന്നതിലും അധികം സംഭാഷണങ്ങളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഉണ്ടാകില്ലേ? അതെല്ലാം ഇതിനകം തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടാകില്ലേ പ്രസാദ്? ഉറപ്പായും സുജയ, അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അതായത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രം എന്ന് തന്നെ പറയേണ്ടി വരും. അതിലേറെ ശബ്ദ സംഭാഷണങ്ങളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ്. അതെല്ലാം അടക്കമാണ് യുവതി ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ 2 ദിവസം മുമ്പാണ് യുവതി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്ന്. നമ്മൾ വാർത്ത കൊടുത്ത ആ ദിവസം മുതൽ തന്നെ ഈ പരാതി കൊടുക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഡിജിറ്റൽ എവിഡൻസുകൾ ഒരുപാടുണ്ട്. നമ്മൾ പുറത്തു കൊണ്ടുവന്നതും പുറത്തു വരാനിരിക്കുന്നതും അതുപോലെ നമുക്ക് പുറത്തുവിടാൻ പറ്റാത്തതുമായ ഒരുപാട് ഡിജിറ്റൽ എവിഡൻസ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഓരോന്നും എല്ലാം എടുത്ത് അതെന്തൊക്കെയാണ് എന്ന് കൃത്യമായി പെൻഡ്രൈവിൽ തയ്യാറാക്കി പ്രത്യേകം എഴുതി തയ്യാറാക്കിയ പേപ്പറിലാണ് മുഖ്യമന്ത്രിക്ക് അത് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. മാത്രവുമല്ല, പോലീസ് സംവിധാനത്തിന് ഇത് പരിശോധിച്ച് മുഴുവൻ എന്തൊക്കെ രീതിയിലായിരിക്കണം ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയായിരിക്കണം കേസ് ചാർജ് ചെയ്യേണ്ടത്, നിർബന്ധിത ഭ്രൂണഹത്യ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് അന്ന് കടന്നിട്ടുള്ളത്, അതിനെന്തൊക്കെ വകുപ്പുകളാണ് ചേർക്കേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ പോലീസ് സംഘത്തിന് വ്യക്തത വരുത്താനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പരിശോധന ഈ പരാതിയിൽ ആവശ്യവുമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ശബ്ദ സംഭാഷണങ്ങളിൽ തന്നെ ആ ഒരു കാര്യം വ്യക്തമായിരുന്നു. അതായത് കുഞ്ഞിനെ വേണം എന്ന് ആഗ്രഹിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പിന്നീട് ഗർഭിണിയായതിനു ശേഷം ഇത് പറഞ്ഞപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ആ യുവതി പറഞ്ഞ സമയത്ത് നാടകം കളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യ ഭാഷയിൽ തിരിച്ചു പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. നാടകം കളിക്കരുത് എന്ന് ഒരു സ്ത്രീയുടെ മുഖത്തു നോക്കി പറയുകയാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ദിവസമായി ഇന്ന് മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ശബ്ദ സംഭാഷണങ്ങളെല്ലാം ഏറി നിൽക്കുന്ന സമയത്തും അതെന്റെ ശബ്ദ സംഭാഷണമല്ല എന്നൊരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞില്ല. പക്ഷെ മിനിഞ്ഞാന്ന് ആ ഒരു ശബ്ദ സംഭാഷണം പുറത്തു വന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നത്, ആ ശബ്ദ സംഭാഷണം ഓൺ എയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് മാധ്യമധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിങ്ങളുടെ ശബ്ദമാണോ എന്ന് ചോദിക്കുന്നത് എന്ന മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. മാത്രവുമല്ല, എന്ത് പരാതിയാണ് തനിക്കെതിരെ ഉള്ളത്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നത് എന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. വീരപരിവേഷം നൽകിക്കൊണ്ട് പാലക്കാട്ടെ ചില കോൺഗ്രസുകാർ എല്ലാ വീടുകളിലും കയറ്റി ഇപ്പോഴും പ്രചരണം നടത്തുകയാണ് എന്നുള്ളതാണ്. സ്ത്രീ വോട്ടർമാരെ ഉൾപ്പെടെ നേരിട്ട് കാണാൻ വേണ്ടി ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപയോഗിക്കുന്ന നിലയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തിരിച്ചടിയാകും എന്ന് വി.ഡി. സതീശനടക്കം രമേശ് ചെന്നിത്തലയടക്കം കെ മുരളീധരനടക്കമുള്ള നേതാക്കൾ പലവരും പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ എം.എൽ.എ. സ്ഥാനത്ത് യഥേഷ്ടം തുടരാനും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരു പാർട്ടി നേതാവ് എങ്ങനെയാണോ നേതൃത്വം നൽകുന്നത് അതുപോലെ പാലക്കാട് നഗരസഭയിലെ ഓരോ വാർഡുകളിലും കയറിയിറങ്ങുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നീ നിമിഷം വരെ. ഇപ്പോൾ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ എവിടെ, അതാണ് അറിയേണ്ടത്. ടി വി പ്രസാദ്, ആർ റോഷിപാൽ, ഹരിമോഹൻ, കെ സജീഷ് എന്നിവരാണ് വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.